الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിന്ന് സൂറത്ത് യൂനുസിലെ 4-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. പേജ് 208. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إليه مرجعكم جميعا وعد الله حقا. إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. والذين كفروا لهم شراب من حميم ഇലൈഹി മർജിഉക്കും ജമീഅൻ. ഇലൈഹി അവനിലേക്കാണ്, മർജിഉക്കും നിങ്ങളുടെ മടക്കം, ജമീഅൻ ഒന്നാകെ മുഴുവനായും. വഅദല്ലാഹി അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണത്, ഹഖൻ സത്യമായും. ഇന്നഹു തീർച്ചയായും അവൻ യബ്ദഉൽ ഖൽഖ സൃഷ്ടി കർമ്മം ആരംഭിച്ചു. സുമ്മ പിന്നീട് യുഈദുഹു അതവൻ ആവർത്തിക്കും. ലിയജ്സിയല്ലദീന ആമനു വിശ്വാസികൾക്ക് പ്രതിഫലം നൽകുന്നതിന്, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും, ബിൽ ഖിസ്തി ന്യായത്തോടുകൂടി നീതിയോടുകൂടി. വല്ലദീന കഫറു നിഷേധിച്ചവർ, ലഹും അവർക്കുണ്ടാകും, ഷറാബുൻ പാനീയം കുടിക്കാനുള്ളത്, മിൻ ഹമീമിൻ ചുട്ടുതിളക്കുന്നതിൽ നിന്ന്, വഅദാബുൻ അലീമുൻ വേദനിപ്പിക്കുന്ന ശിക്ഷയുമുണ്ടാകും, ബിമാ കാനു യക്ഫുറൂൻ അവർ നിഷേധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർ നിഷേധിച്ചത് കൊണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇലൈഹി മർജിഉക്കും ജമീഅൻ നിങ്ങളെല്ലാവരുടെയും മടക്കം പൂർണ്ണമായും മുഴുവനായും അവനിലേക്കാണ്. വഅദല്ലാഹി ഹഖൻ അത് അല്ലാഹുവിൻ്റെ സത്യമായ യാഥാർത്ഥ്യമായ കരാറാണ്, വാഗ്ദാനമാണ്. ഇന്നഹു യബ്ദഉൽ ഖൽഖ അവനാണ് സൃഷ്ടികർമ്മം ആരംഭിച്ചത്, സൃഷ്ടിപ്പിനെ ആരംഭിച്ചത്. ബദഅ തുടങ്ങി. സുമ്മ പിന്നെ യുഈദുഹു അതവൻ ആവർത്തിക്കും. ആദ യഊദു എന്ന മടങ്ങുക, ആദ യുഈദു എന്ന മടക്കുക. ആദ മടങ്ങി, ആദ മടക്കി. യുഈദു മടക്കും, അതാണ് ആവർത്തിക്കുക എന്ന് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ സൃഷ്ടികർമ്മം ആരംഭിച്ച് പിന്നെ അവൻ തന്നെ അത് മടക്കുന്നതും ആവർത്തിക്കുന്നതും? ലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ, ജസാ നൽകാൻ, സമ്മാനം നൽകാൻ. അതാണ് ശരിക്കും സമ്മാനം തരാൻ. ബിൽ ഖിസ്തി നീതിയോടെ. വല്ലദീന കഫറു നിഷേധിച്ചവർ, ലഹും അവർക്കുണ്ടാകും, ഷറാബുൻ പാനീയം, മിൻ ഹമീമിൻ ചുട്ടുതിളക്കുന്നതിൽ നിന്ന്, വഅദാബുൻ അലീമുൻ വേദനിപ്പിക്കുന്ന ശിക്ഷയും. കൂട്ടി ഓതുമ്പോൾ അദാബുൻ അലീമും ബിമാ കാനൂ യക്ഫുറൂൻ അവർ നിഷേധിച്ചത് കൊണ്ട് വേദനിപ്പിക്കുന്ന ശിക്ഷയും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്കുള്ള പ്രതിഫലം അത് നമുക്കും നൽകി നമ്മെ സഹായിക്കുമാറാകും. സ്വർഗത്തെ സംബന്ധിച്ചോ വിശ്വാസികളെ സംബന്ധിച്ചോ വിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന ആസ്വാദ്യതകളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അത് ആഗ്രഹിക്കുകയും അത് ചോദിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണല്ലോ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്.
ചോദിക്കാതിരിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടക്കേട്. ചോദിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ, കാരണം അവൻ്റെ അടുത്ത് ഖജനാവുണ്ട്, വറ്റാത്ത ഒടുങ്ങാത്ത അറ്റമില്ലാത്ത ഖജനാവ് ഓരോന്നിൻ്റെയും. അതെന്തിനാണ്? അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം അത് നമ്മൾ ചോദിക്കണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് പറയുന്നത്. ചോദിക്കാതിരിക്കുന്നവരോടാണ് അള്ളാഹുവിന് ദേഷ്യം. ഇപ്പോൾ പ്രിയമുള്ളവർ, അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ ഒരു മടുപ്പും വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾ, ദുനിയാവിലെയും ആഖിറത്തിലെയും ആവശ്യങ്ങൾ, അത് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത് പറഞ്ഞു, നരകത്തെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്. ഷറാബും മിൻ ഹമീം. ഹമീം എന്നാ ചുട്ട് തിളക്കുന്നത് എന്നാ. ഹമീം അതാണ് അവർക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ സങ്കല്പിക്കണം. ചുട്ട് തിളക്കുന്ന വെള്ളം അല്ലെങ്കിൽ നീര്, അത് കുടിക്കാൻ തന്നാൽ എന്തായിരിക്കും സ്ഥിതി? അത് നമ്മളൊരു വികാരമില്ലാതെ ഇങ്ങനെ ഓതിപ്പോകല്ല, അതിലേക്ക് ചെന്ന് പെടുന്നതിന്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പച്ചവെള്ളം കുടിച്ചപ്പോൾ കരഞ്ഞൊരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയുക, വെള്ളം കുടിക്കുമ്പോഴേ. അപ്പോൾ എന്തിനാ കരയണത്? അല്ല, മരണാനന്തരം അഥവാ നരകത്തിൽ അകപ്പെട്ടാൽ ആദ്യം ചോദിക്കുക പച്ചവെള്ളമല്ലേ, വെള്ളം കുടിക്കാനല്ല. അത് കിട്ടൂല എന്നാ പറഞ്ഞത്, തരൂലെന്ന്. സ്വർഗക്കാരോട് കെഞ്ചും, ഒരിത്തിരി വെള്ളം തരുക. പച്ചവെള്ളത്തിനാണ് ഈ യാചിക്കണതേ. അവർ പറയും കഴിയില്ല, നിങ്ങൾക്കത് അള്ളാഹ് നിഷിദ്ധമാക്കിയാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് പിന്നെ ഓർക്കുക? ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഇതൊക്കെ ഓർത്തും മനസ്സിലാക്കിയും ജീവിച്ചാലേ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവിടെ ചെന്നിട്ട് അയ്യത്തടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുമ്പോൾ ഈ ഖുർആനും നമ്മുടെ ജീവിതവും നമ്മുടെ നിലപാടുമായിട്ട് ചേർത്ത് വെച്ച് തട്ടിച്ച് നോക്കി ആലോചിക്കണം. ഓരോ വചനങ്ങൾ പറയുമ്പോഴും അതെന്താണ് പറയുന്നതെന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ആലോചിച്ചും പ്രാർത്ഥിച്ചും ഓതണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെ പ്രഗത്ഭനായ പ്രസിദ്ധനായ സഹാബിയ. അദ്ദേഹം പറഞ്ഞു, റുബ്ബ താലിലിൽ ഖുർആൻ വൽ ഖുർആൻ യൽഅനു. എത്ര ഖുർആൻ പാരായകന്മാരാണെന്നറിയോ, ഒരു ഖുർആൻ അവരെ ശപിക്കും. എന്ന് പറഞ്ഞാൽ ഖുർആനിന് നൽകേണ്ട ആദരവ് നൽകാതിരിക്കുകയോ അതിൻ്റെ പ്രാധാന്യം പരിഗണിക്കാതിരിക്കുകയോ അതിലെ വചനങ്ങൾക്കൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതിരിക്കുകയോ ചെയ്യുക. നരകത്തെക്കുറിച്ച് ഓതുമ്പോഴും ഇല്ല ഒരു ശ്രദ്ധ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും ഉള്ള ഒരു ശ്രദ്ധ. ഇങ്ങനെയൊന്നും അല്ല ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ ഓതുമ്പോൾ എന്ത് വിഷയമാണ് പരാമർശിക്കുന്നത് അത് ആലോചിച്ചുകൊണ്ട് ഓതണം എന്നാണ് സഹാബിമാരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ സഹാബികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചില്ലറക്കാരനല്ലല്ലോ. അദ്ദേഹം തർജുമാനുൽ ഖുർആൻ എന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക. ഖുർആൻ്റെ വ്യാഖ്യാതാവ്, പ്രസിദ്ധനായ പ്രമുഖനായ സഹാബിയ. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലിങ്ങനെ തടവിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ. ഞാൻ കുട്ടിയാണപ്പോൾ, അല്ലാ ഈ കുട്ടിക്ക് നീ ദീനിൽ ഗ്രാഹ്യത, അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. മുതിർന്ന സഹാബികളുടെ കൂടെ അവരുടെ സഭകളിൽ ഇരിക്കാൻ യോഗ്യതയുണ്ടായിരുന്ന മഹാനായ വളരെ ചെറുപ്പം കുട്ടി. അദ്ദേഹം പറയാണ്, ലി അൻ അഖ്റഅ അൽ ബഖറ വ ആലു ഇമ്രാൻ ഉറത്തിലുഹുമ വ അതദബ്ബറുഹുമ. അൽ ബഖറയും ആലു ഇമ്രാനും ചിന്തിച്ച് ആലോചിച്ച് സാവകാശം പാരായണം ചെയ്യുന്നത് അഹബ്ബു ഇലയ്യ, എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, മിൻ അൻ അഖ്റഅ അൽ ഖുർആൻ ഹസ്റമത്തൻ, ഖുർആൻ വളരെ ധൃതി പിടിച്ച് ഓതി തീർക്കുന്നതിനേക്കാൾ. അപ്പോൾ അതിൻ്റെ പൊരുളി നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. വേറെ ഉണ്ട് അതുപോലെയുള്ള വാചകങ്ങൾ. ഖുർആൻ മുഴുവനും ധൃതി പിടിച്ച് ഓതി തീർക്കുന്നതിനേക്കാൾ അൽബക്കറയും ആലു ഇമ്രാനും, അതാണ് സെഹ്റാവാൻ. അൽബക്കർക്കും ആലു ഇമ്രാനും കൂടിയുള്ള പേരാണ് സെഹ്റാവാൻ. ശോഭിക്കുന്ന രണ്ടാണ് ഈ അൽബക്കറയും ആലു ഇമ്രാനും. നമുക്ക് വേണ്ടി പക്ഷിക്കൂട്ടങ്ങൾ എന്നവണ്ണം, അതിൻ്റെ ആളുകൾക്ക് വേണ്ടി പക്ഷിക്കൂട്ടങ്ങൾ എന്നവണ്ണം പറന്നു വന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്ന, തർക്കിക്കുന്ന ഖുർആൻ അങ്ങനെ ഒരു കഴിവല്ല കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കണം, പഠിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് ഓതി വെച്ചത് വേഗം മനസ്സിലാക്കാൻ കഴിയും, കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല. ഇലൈഹി മർജിഉക്കും ജമീഅൻ, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം. മടക്ക സ്ഥാനം എന്ന് അതിനർത്ഥമുണ്ട്. റജഅ മടങ്ങി, റുജൂഅ് മടക്കം. മർജി മീമിയായ മസ്ദർ എന്ന് പറയും മടക്കം. അത് അവനിലേക്കാണ്. നേരത്തെ നിങ്ങളുടെ റബ്ബ് അവനാന്ന് പറഞ്ഞു, തൗഹീദ് സൂചിപ്പിച്ചു. റബ്ബ്
അതിൽ തന്നെ പിന്നെ ആ ആയത്തിൻ്റെ അവസാനം എന്താ പറഞ്ഞാൽ, അത് അവൻ റബ്ബായത് കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അവനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അവനെ ഇബാദത്ത് ചെയ്താൽ മാത്രം മതിയാവില്ല, അവനെ മാത്രമേ ചെയ്തുകൂടൂന്ന. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, സൂറത്ത് ഇസ്രായേൽ 23-ാമത്തെ ആയത്തിൽ. നിന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, വിധിച്ചിട്ടുണ്ട്, കളയാണത്. അല്ലാ തഅ്ബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, റബ്ബ് അവനായിരിക്കണം. രണ്ടാമത് പറഞ്ഞ അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇലൈഹി മർജിഉക്കും ജമീഅ, നിങ്ങൾക്ക് ചെല്ലാനുള്ളത് അവൻ്റെ അടുത്തേക്കാണ്. നമ്മൾ പറയാറില്ലേ, കുട്ടികൾ വല്ലാതെ വികൃതിയായിട്ട് വൈകുന്നേരം ജിൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ഉമ്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? കുട്ടികൾ ഉമ്മാർ പറഞ്ഞതനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് ഓടി നടന്ന അമ്മാർ നമ്മളെ പേടിപ്പിച്ചില്ലേ? എന്ത് വൈകുന്നേരം ചിങ്ങട്ട് തന്നെ വരിക, അല്ലെങ്കിൽ തിന്നാ ചിങ്ങട്ട് തന്നെ വരുമെന്ന്. എന്തിനാണത്? അന്ന് എൻ്റെ പിടി കിട്ടുമെന്ന് അതിൻ്റെ അർത്ഥം. അത് ശിക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, തൽക്കാലത്ത്. ഇവിടെ അതല്ല അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരും. അതൊരു കരാറാണ്, ഒരു വാഗ്ദാനമാണ്, അല്ലെങ്കിൽ ഒരു ഭീഷണിയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കരാറാണ്, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരെ പേടിപ്പിക്കുന്ന ഭീഷണി. ഇലൈഹി മർജിഉക്കും ജമീഅൻ വഅദല്ലാഹി ഹഖൻ. കണ്ടോ, വഅദ, അള്ളാൻ്റെ വഅദ എന്താ? കരാറ് എന്നും താക്കീദ് എന്നും ഭീഷണി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്നഹു യബ്ദഉൽ ഖൽഖ, അവനാണ് സൃഷ്ടികർമ്മം ആരാ സൃഷ്ടിപ്പ്? അള്ളാഹു. അവൻ ഖാലിഖാണെന്ന് ഈ പറഞ്ഞതിനൊക്കെയുള്ള ന്യായം എന്താ? അവൻ ഖാലിഖാണ് എന്നുള്ളതാണ്. സുമ്മ യുഈദുഹു, പിന്നെ അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. സുമ്മ യുഈദുഹു, അവനിലേക്ക് മടങ്ങും. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് തെളിവായിട്ടുള്ള പറഞ്ഞ കാരണം. അല്ല, അവൻ ആവർത്തിക്കും, മടങ്ങല്ല. ആധാരണ മടങ്ങി, ആയതാണ് മടക്കി, അതാണ് ആവർത്തിക്കുക. അവൻ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ വീണ്ടും സൃഷ്ടിക്കും. വീണ്ടും സൃഷ്ടിക്കും എന്നുള്ളതിനുള്ള ന്യായം എന്താ? ആദ്യം സൃഷ്ടിച്ചത് അവനാ. ആദ്യം ഒന്ന് സൃഷ്ടിച്ച ഒരാൾക്ക് അത് രണ്ടാമതും സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രയാസമില്ല എന്നാണ്. ഇത് ഇവിടെ മാത്രമല്ല, സൂറത്തു റൂമിൽ പറഞ്ഞിട്ടുണ്ട്. 11-ാമത്തെ ആയത്തുകൾ എടുത്തോക്കൊണ്ടി, 27-ാമത്തെ ആയത്ത് എടുത്തോക്കൊണ്ടി, അവിടെയൊക്കെ തന്നെ അവർ. സൂറത്തുൽ ബുറൂജിൽ ഹുവല്ലദി ഹുവ യുബ്ദിഉ വ യുഈദ് നമ്മൾ ഓതലില്ലേ? ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്, അതാണ്. അവൻ സൃഷ്ടികർമ്മം തുടങ്ങി, അവൻ തന്നെ അത് ആവർത്തിക്കും. അതിനെ എവിടെയും പറഞ്ഞത്, അവനത് ചെയ്യും. ഇന്നഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, അത് അവൻ ആവർത്തിക്കും. എന്തിനാ? ലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ബിൽ ഖിസ്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് നീതിപൂർവ്വം സമ്മാനം കൊടുക്കാൻ. വിശ്വസിക്കുക, ഈമാൻകാർക്ക് നമുക്കറിയാം കരുത്തുറ്റ വിശ്വാസത്തിൻ്റെ ഉടമകളാണെന്ന്. പിന്നെ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, ഇതിങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എന്ന് പറഞ്ഞു പോകും. ഞാൻ വിശ്വസിക്കേണ്ടതെല്ലാം മുറപ്രകാരം വിശ്വസിച്ചിട്ട് എൻ്റെ കർമ്മങ്ങൾ സൽക്കർമ്മമാണോ, ആ വിശ്വാസത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം പിന്നെ കർമ്മം. എന്തൊക്കെ വരണം കർമ്മത്തിൽ? എൻ്റെ വർത്തമാനം, എൻ്റെ സ്വഭാവം, ആൾക്കാരോടുള്ള ഇടപാട്, ആൾക്കാരോടുള്ള നിലപാട്, ആൾക്കാരോടുള്ള പെരുമാറ്റം. ദീനിയായിട്ട് വല്ല താടിയും തലപ്പാവും നിസ്കാരത്തായും പെരുമാറാൻ വളരെ മോശമാണെങ്കിലോ ആൾ നല്ലവൻ തന്നെ, പക്ഷേ ആൾക്കാരോട് പെരുമാറാൻ പറ്റൂല. അറിയും സാമ്പത്തിക ഇടപാടിൽ കൃത്യതയും സത്യതയും ഇല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും? താടിയും നിസ്കാരത്തായുമ്പോക്കെ ഉണ്ട്, പക്ഷെ പൈസൻ്റെ കാര്യത്തിൽ നമ്പാൻ പറ്റൂല. അറിയും നമ്മൾ അങ്ങനെ നമ്മൾ പറയലില്ലേ? ആൾക്കാരെ പറ്റി പറയലില്ലേ? ആൾ ആചാരമൊക്കെ തന്നെയാണ്, പക്ഷെ തൊള്ള വിളിച്ചാൽ നോണേ പറയുള്ളൂ എന്നും നമ്മൾ പറയണതാണ്. ഇങ്ങനെ അമലു സ്വാലിഹാത്തിനെതിരായ നിലപാട് മുഅ്മിൻ സ്വീകരിച്ചുകൂടാ. അപ്പോൾ നമ്മൾ വർത്താനം പറയുമ്പോൾ, നമ്മൾ പെരുമാറുമ്പോൾ, ആൾക്കാരോട് പെരുമാറ്റത്തിൽ മുഖം തെളിയുന്നത് വരെ ഇബാദത്താന്ന് പഠിപ്പിച്ച ദീന. മുഖഭാവം തെളിയ, ഒരു കണ്ട ഭാവം നടിക്കുക, അവഗണിക്കല്ല. വിശ്വാസികളെ പ്രത്യേകിച്ചും കണ്ട ഭാവം നടിക്കുക. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കുട്ടികളെ കണ്ടാൽ അവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും പരിഗണിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഏത് കുട്ടിനെ കണ്ടാലും എന്താ മോനെ ചോദിക്കും. ഉമർ ഖത്താബ് അങ്ങനെയായിരുന്നു റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് കുട്ടികളോടൊക്കെ പറയും ഈ ഉമറിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ഒരു പരിഗണന ഞാൻ ചുരുക്കുക. വലിയജ്സിയല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ബിൽ ഖിസ്ത്. ഖിസ്ത് പറഞ്ഞത് നീതിപൂർവ്വമുള്ള നിലപാടാണ്. വല്ലദീന കഫറു, നിഷേധിച്ചവർ, ലഹും അവർക്കുണ്ട് ഷറാബും മിൻ ഹമീമിൻ, ചുട്ടു തിളക്കുന്ന കുടിവെള്ളം. അതെന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെയാണ് ആ ചുട്ടു തിളക്കുന്നത്? വെള്ളം മാത്രമായിക്കോണമെന്നില്ല, പിന്നെ ചലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോരയും ചലവും കൂടിയ നീര്, ദുർനീര്.
അത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു തആല, അത് വിഴുങ്ങാൻ നോക്കും പക്ഷെ കഴിയാത്ത അത്ര. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ള. അതിലേക്ക് ചെന്ന് ചേർന്നിട്ട് അത് മരണാസന്നനാകുന്നതോട് കൂടി നമ്മൾ പരലോകത്തേക്ക് എത്തുകയാണ്. പിന്നെ റബ്ബിർജിഊൻ, ഒരവസരം, ഒരു സേവരീക്ഷ, അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അത് ദുനിയാവിലുള്ളൂ. അതൊക്കെ നമ്മൾ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദുനിയാവിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പെരുമാറുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, ആൾക്കാരെ കാണുമ്പോൾ, ചെറുതിലും വലുതിലും ഒക്കെ ഞാൻ സൂചിപ്പിക്കണം. അതൊക്കെ ചെറിയ കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ, എല്ലാ കുടുംബജീവിതത്തിൽ, നാട്ടുകാരുമായിട്ടുള്ള സഹവാസത്തിൽ, സമ്പത്ത് സമ്പാദിക്കുന്നതിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വല്ലദീന കഫറൂ ലഹും ശറാബും മിൻ ഹമീമിൻ വഅദാബുൻ അലീം. അദാബുൻ അലീം, ശിക്ഷ പറഞ്ഞാൽ തന്നെ നമ്മൾ പേടിക്കണം. പിന്നെ അലീം എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന, നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു സംഗതിയാണ് വേദന എന്നുള്ളത്. വേദനിപ്പിക്കുന്ന, അല്ലാഹ് വേദന കൊണ്ട് പരീക്ഷിക്കല്ലേ നമ്മൾ ദുആ ചെയ്യില്ലേ. രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ പറഞ്ഞാൽ അതിൻ്റെ പൊരുളെന്താ? നമുക്ക് താങ്ങാൻ കഴിയില്ല വേദന. ഇത് പരലോകത്ത് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് പറഞ്ഞാൽ അല്ലാഹ് പെടുത്തല്ലേ എന്നൊന്ന് ദുആ ചെയ്യണം. ബിമാ കാനു യക്ഫുറൂൻ, എന്തുകൊണ്ട് അവർ നിഷേധികളായപ്പോൾ. നിഷേധികളാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ പൊരുൾ. മൂമിനാകണം, മുസ്ലിം ആകണം, മുത്തഖിയാകണം, മുഹ്സിനാകണം. അല്ലാഹു തആല വന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമം നമ്മൾ എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയതിന് എല്ലായ്പ്പോഴുമുള്ള ബോധം, ഈമാനിൻ്റെ കരുത്ത് തന്ന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹ്, ഞങ്ങൾ റമളാനിൽ എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്ന നിനക്കാണ് നാഥാ സർവ്വസ്തുതിയും. ഈ റമളാനിനെയും ഖുർആനിനെയും ആരാധനാ കർമ്മങ്ങളിലൊക്കെയും നിന്നെ ഓർത്ത് നിനക്ക് കൂടുതൽ കൂടുതൽ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണം. റമളാനിനെയും ഖുർആനിനെയും ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷ്യമായി സ്വീകരിക്കണേ രക്ഷിതാവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.